ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട്? ഞാൻ ഇന്ന് വൈകുന്നേരം ആട്ടോ വന്നത്. വൈകുന്നേരം നമുക്ക് ഇച്ചിരി കപ്പയും മേടിച്ച് നല്ല മത്തി കിട്ടി. അപ്പം ഞാൻ ഓർത്തു മത്തിയും മാങ്ങയും കറി വെക്കുന്നത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു. നമുക്ക് ഒന്നിച്ച് പോയി വെക്കാം. ഞാൻ എന്ത് വെച്ചാലും എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂടിയില്ല, നമുക്ക് ഒന്നിച്ചല്ലേ പോയി വെക്കുന്നത്. അപ്പം ഞാൻ ഓർത്തു നമുക്ക് ഒന്നിച്ച് പോയി വെക്കാമെന്ന് ഓർത്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ വിളിക്കാൻ വന്നതാണ്. നമുക്ക് പോയാലോ? മത്തിയും ഒക്കെ വെക്കാൻ കപ്പ അടുപ്പത്ത് വെച്ച് മത്തിയും മാങ്ങയും കൂടെ കറി വെക്കാൻ വേണ്ടി. അപ്പം മത്തി വെട്ടി നല്ല വൃത്തിയാക്കി ചട്ടിയിലാക്കി കേട്ടോ. കുറച്ച് മത്തി വറക്കാനും എടുത്ത് വെച്ചു. 1 കിലോ മത്തി മേടിച്ചതാണ്. നല്ല മുഴുത്ത മത്തി. മത്തി എന്ന് പറയുമ്പോൾ ചില സ്ഥലത്ത് ചാളാന്നും പറയും കേട്ടോ. നമ്മളിവിടെ മത്തി എന്നാണ് പറയുന്നത്. അപ്പം നല്ല മുഴുത്തതാണ് കേട്ടോ. നല്ല കുറേ നാൾ കൂടിയിട്ട് നല്ല മുഴുത്ത ചാള മത്തിയൊക്കെ കിട്ടി. ചാളാന്ന് പറഞ്ഞ്. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മത്തി വെട്ടി വൃത്തിയാക്കി പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട്. ചെറിയുള്ളി കുറച്ച് 2-3 ചെറിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. എല്ലാം മുഴുവത്തോടെ ആട്ടോ ഇടുന്നത്. ചെറിയുള്ളിയൊക്കെ ചെറുതല്ലേ, അപ്പോൾ അതങ്ങ് മുഴുവത്തോടെ ഇട്ട്. പിന്നെ കുറച്ച് മാങ്ങ, അത് മമ്മി അരിഞ്ഞ് തന്ന്. കുറച്ച് മാങ്ങയിട്ടു. ഇനി കുറച്ച് കരിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ഇതിന് വേണ്ടത് അടുപ്പത്തേക്ക് വെക്കേണ്ടത് വെക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 സ്പൂൺ. നല്ല മത്തിയൊക്കെ അല്ലേ, അപ്പം നല്ല എരിവൊക്കെ വേണം കറിക്കൊക്കെ. അപ്പോൾ ഇച്ചിരി കളറുള്ളതും കൂടി ഇട്ടേ 1 സ്പൂൺ. അപ്പോൾ കുരുമുളക് പൊടി ലേശം ഇട്ടേക്കാട്ടോ. എന്നിട്ട് ഇതൊന്ന് ശരിക്കും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് തിരുമ്മി അടുപ്പത്തേക്ക് വെക്കാം. ഇത് വേഗം നമുക്ക് തേങ്ങയൊക്കെ അരയ്ക്കാം. ഇനി ഒരു കുടംപുളിയും കൂടിയാണ് കേട്ടോ. ചിലപ്പോൾ മാങ്ങിക്ക് ചെറിയ മധുരമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പം നല്ല മധുരം വേണ്ടേ. അപ്പോൾ നമുക്ക് ആ കുടംപുളിയും കൂടി ഇട്ടാൽ നല്ല പുളി ആയിക്കോളും. മീൻകറി വെക്കുമ്പോൾ വെച്ച് പുളിയൊക്കെ വേണ്ട. അപ്പം ഞാൻ ഇടുക കേട്ടോ. ഇതേ ഒരു കുടംപുളിയേ ഒന്നേ ഇട്ടുള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് തിരുമുക. മാങ്ങയൊക്കെ വേഗം തന്നെ നമുക്ക് മാങ്ങയും മീനും വേഗം തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയ മത്തിയുണ്ട്, അത് ഞാനിങ്ങനെ മുഴുവത്തോടെ ഇട്ട്. നമുക്ക് ചട്ടി ചെറുതായതുകൊണ്ട് വിഷമം താവില്ല. നമുക്ക് ചെറുതല്ലേ വേണ്ടല്ലേ. എല്ലാം ഇതാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ബാക്കി മസാല ഇതിൻ്റെ അകത്ത് ചേർക്കാം. മൂടി വെക്കാം. അടപ്പം വെച്ച് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അതാകുമ്പോൾ നമുക്ക് മീൻ വറക്കാനുള്ളതിന് മുളക് ഇടണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് മസാലയൊന്ന് വലിയ കൂട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എളുപ്പത്തിലാക്കുന്ന പോലെ ഉണ്ടാക്കുന്നത്. കണ്ണും പൊരിക്കാനൊക്കെ എടുക്കുന്നത്. മസാലകൾ വേറെ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും ചതച്ച് ആക്കുന്നില്ല. ആക്കാതെ തന്നെ മോനൊന്ന് കോട്ടയം വരെ പോവുകയാണ്. അപ്പോൾ അവൻ പോകുന്നതിന് മുമ്പ് വേഗം ആക്കി കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് 7 മണിത്തെ അന്നാ ബസ്സിന് പോകേണ്ടതാണ്. അപ്പം ഭക്ഷണം കഴിച്ചിട്ട് വിടുവാണെങ്കിൽ ഞാനും വേഗം അതിനുള്ള വേഗം റെഡിയാക്കും. അപ്പം ഞാൻ നോക്കട്ടെ, എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പ് എരിവാക്കില്ല കേട്ടോ. നല്ല എരിവുണ്ട് മുളകിന്. അപ്പോൾ അതും അടിയിരിക്കട്ടെ. ഇനി നമുക്ക് തേങ്ങ ചട്ടി അരയ്ക്കാൻ നോക്കാം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ കപ്പ
തിളച്ചുകൊണ്ടിരിക്കുന്നു. കപ്പ വേണമായി കേട്ടോ. അപ്പോൾ കപ്പയ്ക്കകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം തടയുന്ന പരിപാടി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കല്ലുപ്പ്. അപ്പം എളുപ്പപ്പടി നമ്മൾ ഉപ്പ് പൊടിയിടാം. അവിടെ ഇരുന്ന് ഒന്നും കൂടെ സെറ്റാവട്ടെ. അതിലേക്ക് അന്നേരം കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഒന്ന് തിളക്കിട്ട് അപ്പം തന്നെ നമുക്ക് തേങ്ങ ചേർത്തിട്ട് വരാം. അങ്ങനെ മീൻകറി വെക്കാൻ വേണ്ടി നമുക്ക് മീൻകറിക്ക് വേണ്ടി അരയ്ക്കേണ്ടത് നോക്കാം. തേങ്ങ എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് മുളക് പൊടി, ലേശം കുരുമുളക് പൊടി. ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ച് കൊണ്ടുവരാം, എന്നിട്ട് കാണിച്ചു തരാമേ. അങ്ങനെ നമുക്ക് മീൻകറി നോക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തട്ടോ, ഇതുണ്ടോ ഉടഞ്ഞ്. നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ അരച്ചത് ഇതൊക്കെ അരച്ച് ചേർക്കണം. ഇതൊന്ന് തിളച്ചോട്ടെ, എന്നിട്ട് നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് കപ്പയ്ക്ക് കറി കൂട്ടിക്കാം. എണ്ണ ഒഴിക്കാം. കടുകിടാം. രണ്ടൊന്ന് പത്തലമുളക്, വെളുത്തുള്ളിയൊക്കെ ഇടും. വെളുത്തുള്ളിയൊക്കെ ചതച്ചിടുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് സമയമില്ലാത്തതൊന്നും പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ഇളക്കണം. പിന്നെ അടുത്ത് മീൻ കറിക്കും രണ്ട് തരി ഉലുവ. മീൻകറി ഇറച്ചിയൊക്കെ എടുക്കുമ്പോൾ കുറച്ച് ഉലുവ ഇടുന്നത് നല്ലതാണ് കേട്ടോ. കരിവേപ്പില. അപ്പം മീൻകറിക്കുള്ളത് ഒഴിക്കണേ. ഇതൊന്ന് എണ്ണയൊന്ന് കടുക് പൊട്ടിച്ചതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കപ്പ ഇളക്കാം. നമുക്ക് കപ്പ ഇളക്കുന്നതിന് മുമ്പ് മീനും കൂടെ അടുപ്പത്ത് വറക്കാനുള്ളത് വെക്കാം. എന്നിട്ട് ചൂടാട്ടെ. കുറച്ചെന്നാൽ ആ പാത്രമായ കാരണം അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. മീൻ വറക്കുമ്പോൾ ഇങ്ങനെ കരിവേപ്പിലയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇടുന്നതെന്ന് എനിക്കറിയാം, എന്നാലും പൊള്ളിച്ച് എല്ലാവരെയും കൂടെ ഇതൊക്കെ. പിന്നെ നമുക്ക് ഈ മീനുണ്ടല്ലോ, അതും കൂടി ഈ സൈഡിൽ ഇട്ട് കൊടുക്കാം.
തീ ഉറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് പയ്യെ ഇരുന്ന് അവിടുന്ന് വേവട്ടെ. അപ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ളത് നോക്കാം. അങ്ങനെ കപ്പേൻ്റെ ഇത് കഴിഞ്ഞ് നമുക്ക് മീൻ മുറിച്ചിടാം. റെഡി. ഇനി അതൊന്ന് വേവട്ടെ. അപ്പം നമ്മുടെ കപ്പയും മീൻകറി അടിപൊളിയാട്ടോ. കാണിച്ചതാ, അടിപൊളിയാട്ടോ. നല്ല മത്തി മീനിട്ട് മാങ്ങയിട്ട് വെച്ച് തേങ്ങ അരച്ച് വെച്ച് അടിപൊളിയാട്ടോ. അപ്പം വറുത്ത അടിപൊളി. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. നല്ല മത്തി ഉണ്ടാവും ഇപ്പം. ഇപ്പം മാങ്ങയുണ്ട്. അപ്പം മത്തിയും മാങ്ങയും കൂടി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കണേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം. ബായ്.